നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിക്ക് ദുബായിലും അക്കൗണ്ടുണ്ടെന്ന തരത്തിലുള്ള BJP നേതാവായിട്ടുള്ള ഷോൺ ജോർജ് ഉന്നയിച്ച ആരോപണത്തിന് CPMൻ്റെ നേതാവ് TM തോമസ് ഐസക് മറുപടി പറഞ്ഞു. വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണെന്നും ദുബായ് കമ്പനി എന്ന് പറയപ്പെടുന്നത് എക്സാലോജിക് കൺസൾട്ടിംഗ് ആണെന്നും ഉള്ള ഒരു കണ്ടെത്തലാണ് തോമസ് ഐസക് തൻ്റെ കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഏതൊരാൾക്കും ഗൂഗിൾ ചെയ്ത് കണ്ടെത്താവുന്ന വിവരങ്ങളുമായിട്ടാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത് എന്നുകൂടി ഐസക് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുകയും ചെയ്തു. ഈ കനേഡിയൻ പെൻഷൻ ഫണ്ട് ലാവലിൻ്റെ ഉപകമ്പനിയാണ് എന്നുള്ളൊരു ആക്ഷേപവും ഐസക് അതിനോടൊപ്പം തള്ളിക്കളയുകയും ചെയ്തു. പെൻഷൻ ഫണ്ട് മറ്റു പല കമ്പനികളിൽ എന്ന പോലെ ലാവലിൻ്റെ ഷെയറും വാങ്ങിയിട്ടുണ്ടാകാം. അത് എങ്ങനെ പെൻഷൻ ഫണ്ടിനെ ലാവലിൻ്റെ ഉപകമ്പനിയാക്കും എന്നും ഐസക് ചോദിക്കുന്നുണ്ട്. ആ ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ബംഗളൂരിലെ എക്സാലോജിക് കമ്പനി CMRL കമ്പനിയുമായി സർവീസ് കരാറിൽ ഏർപ്പെട്ട് നിയമാനുസൃതമായിട്ട് ഫീസ് വാങ്ങിയതിനെ മാസപ്പടിയായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മാധ്യമങ്ങളും പ്രതിപക്ഷവും ആഘോഷിച്ചു വരികയായിരുന്നു. മാത്യു കുഴൽനാടൻ അത് കോടതിയിൽ കൊണ്ടുപോയി തിരിച്ചടി നേടിയ ശേഷം പ്രതിപക്ഷം വലിയ ഇച്ഛാഭംഗത്തിലുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് BJPയുടെ ഷോൺ ജോർജ് പുതിയ ഒരു ആക്ഷേപവുമായിട്ട് വരുന്നത്. എക്സാലോജിക്കിന് ദുബായിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനമുണ്ടത്രേ. അതിലേക്ക് കേരള സർക്കാരുമായി ബന്ധമുള്ള പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൽ SNC ലാവലിനും 2016-19 കാലത്ത് പലതവണ പണം നിക്ഷേപിച്ചുണ്ടത്രേ. ഈ കമ്പനി CMRL എക്സാലോജിക് ഇടപാടിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിരീക്ഷണത്തിൽ ആയിരുന്നത്രേ. ഷോൺ EDക്കും തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ എല്ലാ പത്രങ്ങളും ഇത് വളരെ പ്രാധാന്യത്തോടു കൂടി വലിയ വാർത്തയായി നൽകിയിട്ടുണ്ട് എന്നുമാണ് ഐസക് പറയുന്നത്. മലയാള മാധ്യമ പ്രവർത്തനത്തിൻ്റെ നിലവാരത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ സംഭവമെന്നും ഒരാൾക്ക് പോലും ഗൂഗിൾ ചെയ്ത് ദുബായിലെ എക്സാലോജിക് കമ്പനിയുടെ വെബ്സൈറ്റ് പരിശോധിച്ച് നോക്കിയിരുന്നുവെങ്കിൽ അവർ ഒന്ന് കാണുമായിരുന്നു. വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണ്. ദുബായ് കമ്പനിയുടെ പേര് എക്സാലോജിക് കൺസൾട്ടിംഗ് എന്നാണ്. ഇത് മനസ്സിലാക്കാതെയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ദുബായ് കമ്പനിക്ക് വിശദീകരണം ആവശ്യപ്പെട്ട് ഒരു മെയിൽ അയച്ചിരുന്നുവെങ്കിൽ അവർ ഇപ്പോൾ വെബ്സൈറ്റിൽ ഇട്ടിരിക്കുന്ന വിശദീകരണം മാധ്യമ പ്രവർത്തകർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു അന്ന് തന്നെ. ദുബായ് കമ്പനിക്ക് 5 കോർപ്പറേറ്റ് ഓഫീസുകളാണുള്ളത്. 3 UAEയിലും 1 ലണ്ടനിലും മറ്റൊന്ന് ബംഗളൂരിലുമാണ്. ബംഗളൂരിലെ കമ്പനിയിലെ പേര് എക്സാലോജിക് സിസ്റ്റംസ് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. എന്ന് മാത്രമല്ല ഇവയല്ലാതെ മറ്റൊരു സ്ഥാപനവുമായി തങ്ങൾക്ക് ബന്ധമില്ല എന്നും ഷോൺ ജോർജ് പറയുന്ന മലയാളിയായ ഉടമസ്ഥർക്ക് ഒരു രാഷ്ട്രീയ ബന്ധവുമില്ലെന്നും അവർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ഈ കള്ളക്കഥ മെനഞ്ഞത് ആരാണ്? മറ്റു പത്രങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസം വാർത്ത വന്നു. പക്ഷേ ഷോണിൻ്റെ പത്രസമ്മേളനത്തിന് മുമ്പ് തന്നെ കഴിഞ്ഞ ദിവസം മനോരമ ഒരു എക്സ്ക്ലൂസീവ് പോലെ ഇത് സംബന്ധിച്ചിട്ടുള്ള 1-ാം പേജിൽ വലിയ തലക്കെട്ടായി കൊടുത്തിട്ടുമുണ്ട് വാർത്ത. ആരിൽ നിന്ന് പഠിച്ച കഥയാണാവോ ഇത്? റിപ്പോർട്ടിൽ ഒരു ബോക്സിൽ തന്നെക്കുറിച്ചും പരാമർശമുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മസാല ബോണ്ടിൽ ED അന്വേഷണം നടത്തവേ ഇത് സംബന്ധിച്ച് 1 വർഷം മുൻപ് വിവരം ലഭിച്ചിരുന്നുവെന്നും ഇനിയാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് മസാല ബോണ്ട് കേസന്വേഷണത്തിനെതിരെ മുൻ മന്ത്രിയായിട്ടുള്ള തോമസ് ഐസക് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കിഫ്ബിയുമായി നേരിട്ട് ബന്ധമില്ലാത്തവരുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്ത് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തേടുന്നത് സ്വകാര്യതയുടെ ലംഘനമാണെന്ന വാദം ഉയർത്തിയിരുന്നു. എന്നാൽ ഈ വ്യക്തികളും കുടുംബാംഗങ്ങളും ആരാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. എന്തൊരു ദുരൂഹതയാണ്! 6% പലിശയ്ക്ക് വായ്പ കിട്ടുമായിരുന്നത് വേണ്ടെന്ന് വച്ചിട്ടാണ് 9.7% കനേഡിയൻ പെൻഷൻ ഫണ്ടിന് ബോണ്ട് വിറ്റതത്രേ. ഈ പലിശ വ്യത്യാസത്തിൻ്റെ ലാഭവും ദുബായ് കമ്പനിയിലേക്ക് ഒഴുകിയിട്ടുണ്ടത്രേ. കനേഡിയൻ പെൻഷൻ ഫണ്ട് ലാവലിൻ്റെ ഉപകമ്പനിയാണെന്നും നിരീക്ഷണമുണ്ടത്രേ. പെൻഷൻ ഫണ്ട് മറ്റു പല കമ്പനികളിൽ എന്ന പോലെ ലാവലിൻ്റെ ഷെയറും വാങ്ങിയിട്ടുണ്ടാകാമെന്നും അത് എങ്ങനെ പെൻഷൻ ഫണ്ടിനെ ലാവലിൻ്റെ ഉപകമ്പനിയാക്കുമെന്നും ചോദ്യങ്ങളുണ്ട് തോമസ് ഐസക്കിന്. മസാല ബോണ്ട് മാർക്കറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന പ്രാഥമിക വിവരമുള്ള ഒരുത്തൻ ഇങ്ങനെ പറയുമോ? റിസർവ് ബാങ്കിൻ്റെ ചട്ടപ്രകാരം മസാല ബോണ്ട് ഇറക്കുന്നതിന് അംഗീകൃത ബാങ്കുകളായിട്ടുള്ള ഏജൻസികളെ ചുമതലപ്പെടുത്തണം. അവർ ടെൻഡർ വിളിച്ച് ഏറ്റവും താഴ്ന്ന നിരക്ക് കോട്ട് ചെയ്യുന്നവരുടെ വിവരം കിഫ്ബിയെ അറിയിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബോണ്ട് തന്നെ വിൽക്കുന്നത്. ഇതൊക്കെ സംബന്ധിച്ച് പ്രാഥമിക ധാരണ പോലും ഇല്ലാത്തവരാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ചമയ്ക്കുന്നത് എന്നാണ് തോമസ് ഐസക്കിൻ്റെ വാദം.
ആരോപണം തെറ്റെങ്കിൽ തനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കട്ടെ എന്നാണ് ഇപ്പോൾ ഷോൺ ജോർജിൻ്റെ വെല്ലുവിളി എന്ന് പറയപ്പെടുന്നത്. അത് ഏറ്റെടുക്കാൻ ഈ തോമസ് ഐസക് തയ്യാറാണ്. ബഹുമാനപ്പെട്ട കോടതിയോട് വിനീതമായ ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ എന്നും ഇദ്ദേഹത്തെപ്പോലുള്ള ശല്യക്കാരനായ വ്യവഹാരി നൽകിയിരിക്കുന്ന ഉപഹർജി പിൻവലിക്കുവാൻ അനുവദിക്കരുത് എന്നും കുഴൽനാടൻ കേസിലെന്ന പോലെ ഒരു തീർപ്പുണ്ടാക്കണമെന്നും തന്നെയാണ് തങ്ങളുടെ ആഗ്രഹമെന്നും ആവശ്യമെന്നും അതിലൂടെ തോമസ് ഐസക് പറഞ്ഞു വെക്കുന്നുമുണ്ട്. പക്ഷേ തോമസ് ഐസക്കിൻ്റെ പാർട്ടിയും എത്ര തന്നെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും വെള്ളപൂശാൻ ശ്രമിച്ചാലും എവിടെയോ ഒരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി എത്ര നാൾ ഇങ്ങനെ പിടിക്കപ്പെടാതെ മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയൊക്കെ മുന്നോട്ട് പോയാലും ഒരു നാൾ ഈ പല നാൾ ചെയ്ത കള്ളം ഒരു നാൾ വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും. സത്യം ഇങ്ങനെ നിങ്ങൾക്ക് വെള്ളപൂശി മറച്ചു പിടിക്കാം, പക്ഷേ ഒരു നാൾ ഇതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. അന്ന് നിങ്ങൾക്ക് ഈ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളായിട്ടുള്ള വീണ വിജയനെയും എന്നും ഇങ്ങനെ വെള്ളപൂശി നിർത്താൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ തോമസ് ഐസക്? നിങ്ങൾ എത്രയൊക്കെ ഷോൺ ജോർജിനെതിരെയോ മാത്യു കുഴൽനാടനെതിരെയോ സമൂഹത്തിനെതിരെയോ കേരളത്തിലെ ജനങ്ങൾക്കെതിരെയോ വാതോരാതെ എന്ത് ഗീർവാണം പറഞ്ഞാലും അതൊന്നും നിങ്ങളുടെ മുഖ്യമന്ത്രിയും മകളെയും രക്ഷിക്കാൻ ഉതകില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഒപ്പം മസാല ബോണ്ടിലടക്കം താങ്കളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിയമത്തിൻ്റെ മുമ്പിൽ താങ്കളും കുറ്റക്കാരനാകും. ഒപ്പം പിണറായിയുടെ മകൾ വീണ വിജയൻ്റെയും എന്തൊക്കെ രക്ഷാകവചങ്ങൾ നിങ്ങൾ ഒരുക്കി വെച്ചാലും അവരെ എത്ര വട്ടം നിങ്ങളിങ്ങനെ പലതും പറഞ്ഞ് മാറ്റിവെച്ച് ജനങ്ങളുടെ മുമ്പിൽ വെള്ളപൂശി കാണിക്കാൻ ശ്രമിച്ചാലും അതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ലത്രേ.